ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിന്റെ റിമൈനിങ് തിയറി പാർട്ടും പിന്നെ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോസസ് ഇൻ ട്രാൻസ്ഫോമർ ആണ്. ഡി സി മെഷീൻസിന്റെ കേസിൽ പഠിച്ച പോലെ ട്രാൻസ്ഫോമറിന്റെ കേസിലും ലോസസ് വരും. ലോസിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്, ലോസ് എന്ന് പറയുന്നതെന്ന് നമുക്ക് പറയാം. ഇവിടുത്തെ കേസിൽ ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമർ എടുക്കുന്നതുകൊണ്ട് ഇറ്റ്സ് എ സ്റ്റാറ്റിക് ഡിവൈസ്. നമ്മൾ ഇന്നലെ നോക്കിയപ്പോഴേ കണ്ടിരുന്നു, സ്റ്റാറ്റിക് ഡിവൈസ് ആണ്, റൊട്ടേറ്റിംഗ് പാർട്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ ലോസസ് ലൈക്ക് വിൻഡേജ് ലോസോ ഫ്രിക്ഷൻ ലോസോ ഒന്നും ട്രാൻസ്ഫോമറിന്റെ കേസിൽ ഉണ്ടാവില്ല. അതിൽ മെയിൻ ആയിട്ട് വരുന്ന ലോസസ് എന്ന് പറയുന്നത് എന്ത് മാത്രമായിരിക്കും? ഇലക്ട്രിക്കൽ ലോസസ് ആയിരിക്കും. ഇലക്ട്രിക്കൽ ലോസസിൽ തന്നെ അയേൺ ലോസസ് ഉണ്ടാവും, കോപ്പർ ലോസസ് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്ത പോലെ നമുക്ക് ഉള്ളത് ഏതൊക്കെയാണ്? അയേൺ ലോസും കോപ്പർ ലോസും ആണ്. അയേൺ ലോസസിന് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോർ ലോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ വരുന്നതാണ് ഹിസ്റ്ററിസിസ് ലോസും എഡി കറന്റ് ലോസും. ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറയുന്നത് റിവേഴ്സൽ ഓഫ് മാഗ്നറ്റൈസേഷൻ കാരണം ട്രാൻസ്ഫോമർ കോറിൽ ഹിസ്റ്ററിസിസ് ലോസ് ഉണ്ടാവും. ഹിസ്റ്ററിസിസ് ലോസിന്റെ ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ ഡി സി മെഷീൻസിൽ പഠിച്ച പോലെ തന്നെ ബി മാക്സ് റേസ് ടു 1.6 ഇൻറ്റു എഫ് ഇൻറ്റു വി. V is the volume, F is the frequency, B max is the maximum flux density. Okay. എഡി കറന്റ് ലോസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിരുന്ന ഇക്വേഷൻ എന്തായിരുന്നു? WE is proportional to B max square into F square T square V ആയിരുന്നു. ഇത് നമ്മൾ സെയിം ഡി സി മെഷീൻ കേസിൽ പഠിച്ചുകൊണ്ടാണ് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പൊ ഈ രണ്ട് ലോസസ് ആണ് അയേൺ ലോസസ് അല്ലെങ്കിൽ കോർ ലോസിൽ പെടുന്നത്. പിന്നെ വരുന്നത് കോപ്പർ ലോസ് ആണ്. പ്രൈമറി വൈൻഡിങ്ങിലും സെക്കൻഡറി വൈൻഡിങ്ങിലും വരുന്ന I²R ലോസസ്. പ്രൈമറിയിലാണെങ്കിൽ I1²R1ഉം സെക്കൻഡറി വൈൻഡിങ്ങിലാണെങ്കിൽ I2²R2. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളതെന്ന് പറയുന്നത് കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി ആണ്. നമ്മൾ ഡി സി മെഷീൻസ് പഠിച്ചിരുന്നപ്പോഴും ഇതുപോലെ തന്നെ കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വേരിയബിൾ ലോസസ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ലോസസ് ആവുമ്പോഴാണ് മാക്സിമം എഫിഷ്യൻസി ഡി സി മെഷീനിൽ കിട്ടിയിരുന്നത്. അതുപോലെ ഇവിടെ എന്താണ് കണ്ടീഷൻ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രൈമറി ഇൻപുട്ട് P1നെ നമുക്ക് V1 I1 cos θ1 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ചെയ്തതാണ്. ഔട്ട്പുട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻപുട്ട് എന്ന് ലോസസ് മൈനസ് ചെയ്തതാണെന്ന് എഴുതാലോ. അപ്പൊ ടോട്ടൽ എഫിഷ്യൻസിന് നമുക്ക് ഇൻപുട്ട് മൈനസ് ലോസസ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എന്ന് എഴുതാലോ. അതിൽ നിന്ന് ലോസസിനെ നമ്മൾ ഒന്നും കൂടി വൈഡൻ ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതായത് ഇൻപുട്ട് മൈനസ് കോപ്പർ ലോസും വരുന്നുണ്ട്, ഇവിടെ അയേൺ ലോസും വരുന്നുണ്ട്. അതിന്റെ രണ്ടിന് സെപ്പറേറ്റ് ആക്കി എഴുതി ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. ഇൻപുട്ടിനെ നമ്മൾ P1 വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ എന്ത് വരും? ഈറ്റ ഇസ് ഈക്വൽ ടു P1 മൈനസ് WC ആണ് കോപ്പർ ലോസ്, WI ആണ് അയേൺ ലോസ്, ഡിവൈഡഡ് ബൈ P1, അതായത് ഇൻപുട്ട് വരും അല്ലെ. അതില് P1ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ V1 I1 cos θ1 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതേ ഇക്വേഷൻ തന്നെ V1 I1 cos θ1 എന്നുള്ളതാവും P1ന്റെ വാല്യൂ. ഓക്കെ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈറ്റ ഇസ് ഈക്വൽ ടു P1 ബൈ P1 ആണല്ലോ ആദ്യത്തെ ടേം വരുന്നത്, അതായത് 1 ആയിരിക്കും. 1 മൈനസ് I1²R1 ഡിവൈഡഡ് ബൈ പ്രൈമറി വൈൻഡിങ്ങിന്റെ അവിടുത്തെ കോപ്പർ ലോസ് ഡിവൈഡഡ് ബൈ V1 I1 cos θ1 മൈനസ് WI അയേൺ ലോസ് ഡിവൈഡഡ് ബൈ V1 I1 cos θ1. ഓരോന്നിനും സെപ്പറേറ്റ് ആക്കി എഴുതി, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഫോമിലൊക്കെ ആക്കി എഴുതി. അതിനുശേഷം ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ഇവിടെ I1 നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ,
ആ I1നെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈറ്റ ഈക്വൽ ടു 1 മൈനസ് I1 R1 ഡിവൈഡഡ് ബൈ V1 കോസ് θ1 മൈനസ് WI ഡിവൈഡഡ് ബൈ V1 I1 കോസ് θ1 എന്നുള്ള ഇക്വേഷൻ കിട്ടും. അതില് ഡി ഈറ്റ ബൈ ഡി I1 എന്ന് പറയുന്നത് 0 ഇട്ട് കൊടുക്കുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മാക്സിമം എഫിഷ്യൻസിക്കുള്ള കണ്ടീഷൻ കിട്ടുന്നത്. അങ്ങനെ ഡി ഈറ്റ ബൈ ഡി I1 ഈക്വൽ ടു 0 കൊടുത്തിട്ടാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത്. അതായത് അയൺ ലോസ് ഈക്വൽ ടു കോപ്പർ ലോസ് ആണ് അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഡിറൈവ് ചെയ്ത് കിട്ടുന്നത് ഈ ഡി ഈറ്റ ബൈ ഡി I1 കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ WI ഇസ് ഈക്വൽ ടു I1 സ്ക്വയർ R1 എന്നുള്ള ടേമിലാണ് വരിക. അതായത് അയൺ ലോസ് കോപ്പർ ലോസിന് ഈക്വൽ ആവുമ്പോഴാണ് ട്രാൻസ്ഫോമറിന്റെ കേസിൽ മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത്. പിന്നെ ട്രാൻസ്ഫോമറിന്റെ കേസിൽ വരുന്ന വേറൊരു ടേം ആണ് ഓൾ ഡേ എഫിഷ്യൻസി. ഈ ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ ഇപ്പം നമ്മുടെ ഡൊമസ്റ്റിക് ലോഡ്സ് എടുക്കുകയാണെങ്കിൽ മോർണിംഗ് ടൈമിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ 10 AM എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ആ ടൈം കഴിയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസ് ടൈം ആണ്, സ്കൂൾ ടൈം ആണ്. അപ്പൊ വീട്ടില് ആരും അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് ലോഡ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതേസമയം രാത്രി 9 PM ശേഷം നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാ ലോഡും വർക്ക് ചെയ്യുന്നുണ്ടാവും ഓരോ വീട്ടിലത്തെയും. എന്താണ് ലോഡ് ഇൻക്രീസ് ചെയ്തിട്ടുള്ള ടൈമാണ്. ലോഡ് ഇൻക്രീസ് വരുന്ന ടൈമാണ് ആ 9 PM ശേഷം വരുന്നത് അല്ലെ. അപ്പോ നമുക്ക് ട്രാൻസ്ഫോമറിന്റെ കേസിൽ എഫിഷ്യൻസി എടുക്കുമ്പോൾ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ചില സമയത്ത് ലോഡിനെ ഡിപ്പെൻഡ് ചെയ്ത് ഹൈ ആയി നിൽക്കുന്നു, ചില സമയത്ത് ലോഡ് എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ട് തീരെ കുറവായിട്ട് നിൽക്കുന്നു. അങ്ങനെ വേരിയേഷൻ വരികയാണ്. അതുകൊണ്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടേം ആണ് ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓൾ ഡേ എഫിഷ്യൻസിയിൽ നമ്മൾ ചെയ്യുന്നത് ഫോർ 24 hours ഉള്ള ഔട്ട്പുട്ട് ഇൻ കിലോ വാട്ട് അവർ ആണ് അത് വരിക. ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ഇൻ കിലോ വാട്ട് അവർ ചെയ്യുന്നതാണ് ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അത് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ലോഡ് കർവിനെയാണ്, ലോഡ് ക്യാരക്ടറിസ്റ്റിക്സിനെയാണ്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫോമർ റേറ്റിംഗ്സ് ആർ യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ്. ട്രാൻസ്ഫോമർ റേറ്റിംഗ്സ് സാധാരണ എങ്ങനെയാണ് കാണിക്കാറ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കിലോ വോൾട്ട് ആംപിയറിലാണ് അതിന്റെ റേറ്റിംഗ് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക? KVA. ആംപിയർ അല്ല, വോൾട്ട് അല്ല, വാട്ട്സും അല്ല കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാൻസ്ഫോമറിന്റെ കേസിൽ KVA ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോംസ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ ട്രാൻസ്ഫോമർ ആക്ഷൻ നടക്കുമ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പൊ ഫ്രീക്വൻസി ഇല്ല എന്ന് മനസ്സിലായി. പിന്നെ വോൾട്ടേജ് എന്തൊക്കെ ചേഞ്ച് വരാം? സ്റ്റെപ്പ് അപ്പ് ചെയ്യാം. അതായത് വോൾട്ടേജ് ഓഫ് സെക്കൻഡറി ഇസ് ഗ്രേറ്റർ ദാൻ വോൾട്ടേജ് ഓഫ് പ്രൈമറി എന്നുള്ള ഫോമാറ്റിൽ വരാം. അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാം. സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണെങ്കിലോ VS സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് ലെസ് ദാൻ VP. VS greater than VP ആവുന്ന സമയത്ത് IS will be less than IP and here IS will be greater than IP. അപ്പോൾ സ്റ്റെപ്പ് അപ്പിന്റെ സ്റ്റെപ്പ് ഡൗണിന്റെയും കേസിൽ നമുക്ക് ഏതൊക്കെയാണ് ചേഞ്ച് ചെയ്യുന്നത്? വോൾട്ടേജും കറണ്ടും. അപ്പോൾ ട്രാൻസ്ഫോമർ ഏതിനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്? വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഓപ്ഷൻ D. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പർപ്പസ് ഓഫ് യൂസിങ് ലാമിനേഷൻസ് ഇൻ എ ട്രാൻസ്ഫോമർ. നമ്മൾ ലാമിനേഷൻസ് എന്തിനായി യൂസ് ചെയ്തതെന്ന് DC മെഷീൻസിൽ പഠിച്ച അതേ റീസൺ തന്നെയാണ് ഇവിടെയും വരുന്നത്. ലാമിനേഷൻസ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് എഡ്ഡി കറന്റ് ലോസ് ഈസ് പ്രൊപ്പോർഷണൽ ടു T² ആണ്. തിക്നെസിന്റെ സ്ക്വയർ ഓഫ് തിക്നെസ് ആണെന്ന് നമുക്കറിയാം. അതില് എഡ്ഡി കറന്റ് ലോസ് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? തിക്നെസിന്റെ വാല്യൂ കുറച്ചാൽ മതി. അപ്പോൾ എഡ്ഡി കറന്റ് ലോസ് കുറയും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലാമിനേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ കോറിന് ലാമിനേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു റെഡ്യൂസ് എഡ്ഡി കറന്റ് ലോസ്. ഓപ്ഷൻ A. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ 2 kVA ട്രാൻസ്ഫോമർ
ഇവിടെ 2 kVA റേറ്റിംഗ് കണ്ടില്ലേ, KVAയിലാണ് തന്നിട്ടുള്ളത്. 2 kVA ട്രാൻസ്ഫോമർ ഹാസ് അയൺ ലോസ് തന്നിട്ടുണ്ട് 120 വാട്ട് ആണ്. അതായത് നമുക്ക് എടുത്തെഴുതാം PI എന്ന് എഴുതാം ഇസ് ഈക്വൽ ടു 120 വാട്ട് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്ന് പറയുന്നത് 250 വാട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി മാക്സിമം ആവുന്നത് എത്ര ലോസ് ആവുമ്പോഴാണ്, ടോട്ടൽ ലോസ് എത്ര ആവുമ്പോഴാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എഫിഷ്യൻസി മാക്സിമം ആവാനുള്ള കണ്ടീഷൻ നമ്മൾ എന്താ പഠിച്ചത്? വെൻ അയൺ ലോസ് ഇസ് ഈക്വൽ ടു കോപ്പർ ലോസ്. അപ്പൊ ഇവിടുത്തെ കേസിൽ അയൺ ലോസ് 120 വാട്ട് ഈക്വൽ ആവണം കോപ്പർ ലോസ് എന്ന് പറയുന്നത്. അതായത് കോപ്പർ ലോസും 120 വാട്ട് ആവണം. അതിനനുസരിച്ച് ലോഡ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ 120 വാട്ട് ആയി കഴിഞ്ഞാൽ ടോട്ടൽ എത്ര ലോസ് വരിക? 120 പ്ലസ് 120. കാരണം PI പ്ലസ് P കോപ്പർ ലോസ് ഇസ് ഈക്വൽ ടു 120 പ്ലസ് 120 ഇസ് ഈക്വൽ ടു 240 വാട്ട് ആണ് നമുക്ക് ആൻസർ വരിക. അപ്പൊ ഇവിടെ എന്താണ് ആൻസർ? ഓപ്ഷൻ സി 240 വാട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when the load on a single phase transformer is increased from no load to full load. No load നിന്ന് full loadലേക്ക് നമ്മൾ ലോഡിനെ ഇൻക്രീസ് ചെയ്യാണ് ഇതില് ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൽ. അങ്ങനെയാണെങ്കിൽ കോർ ലോസിന് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. കോർ ലോസ് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ലോഡിന്ന് ഫുൾ ലോഡിലേക്ക് പോകുമ്പോൾ വൈൻഡിങ്ങിന്റെ ഇമ്പിഡൻസിന്റെ അക്രോസ് ഒരു ഡ്രോപ്പ് വരും. ആ ഡ്രോപ്പ് കാരണം ഫ്ലക്സ് സ്ലൈറ്റ്ലി റെഡ്യൂസ് ചെയ്യും. ഫ്ലക്സ് ഡെൻസിറ്റി സ്ലൈറ്റ്ലി റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോർ ലോസ് ഡെഫിനറ്റ്ലി റെഡ്യൂസ് ചെയ്യും. വിച്ച് വിൽ ബി സ്ലൈറ്റ് ചേഞ്ച്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, സ്ലൈറ്റ് ചേഞ്ച് ഉണ്ടാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ? സെൽഫ് ഇൻഡക്ഷൻ ആണോ? അല്ല. ഇലക്ട്രോമാഗ്നറ്റിക് ഡ്രാഗ്? നോ. കണ്ടക്ഷൻ? ഡയറക്റ്റ് കണ്ടക്ഷൻ അല്ല. എന്താ ചെയ്യുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in a transformer which factor remains the same when transformer action takes place? തൊട്ട് മുന്നേ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞേ ഉള്ളൂ. ഏതാണ്? ട്രാൻസ്ഫോമർ ആക്ഷൻ സംഭവിക്കുന്ന സമയത്ത് the one that remains the same is frequency. കറണ്ട് ചേഞ്ച് ചെയ്യും, വോൾട്ടേജ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി, ഫ്രീക്വൻസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the equivalent circuit of a transformer has leakage reactance X1, X2 dash and magnetizing reactance XM. ഇത് നമ്മൾ ഈക്വലന്റ് സർക്യൂട്ട് നോക്കിയപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. X1 എന്ന് പറയുന്നത് പ്രൈമറി വൈൻഡിങ്ങിന്റെ ലീക്കേജ് റിയാക്ടൻസ് ആണ്. X2 ആയിരുന്നെങ്കിൽ അത് സെക്കൻഡറി വൈൻഡിങ്ങിന്റെ ലീക്കേജ് റിയാക്ടൻസ് ആണ്. അത് റെഫേർഡ് ടു പ്രൈമറി ആണ് X2 ഡാഷ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ നോ ലോഡ് കറണ്ടിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വർക്കിംഗ് കറണ്ടും which is passing through a resistor and another one is magnetizing current which is passing through a reactance. അപ്പോൾ മാഗ്നറ്റൈസിങ് റിയാക്ടൻസ് ആണ് XM എന്ന് തന്നിട്ടുള്ളത്. ആ വാല്യൂ ആണ് XM. ഇക്വലന്റ് സർക്യൂട്ട് വരച്ചു കഴിയുമ്പോൾ വരുന്ന പ്രൈമറിയുടെയും പ്രൈമറിയിലേക്ക് റെഫർ ചെയ്തതിന് ശേഷമുള്ള റിയാക്ടൻസും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. അതേസമയം XMന്റെ വാല്യൂ വിൽ ബി മച്ച് ബിഗർ ദാൻ ബോത്ത് ഓഫ് ദം. ഓക്കെ, അത് പഠിച്ചു വെക്കുക. ഇങ്ങനെയാണ് ഇതിന്റെ വാല്യൂ വരുന്നത്. XMന്റെ വാല്യൂ വളരെ വലുതും X1ഉം X2 ഡാഷും എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിമും ആയിട്ടാണ്, അല്ലെങ്കിൽ ഈക്വലും ആയിട്ടാണ് എന്ത് വരുന്നത്, ഇതിന്റെ വാല്യൂസ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എഡ്ഡി കറന്റ് ലോസ് ഓഫ് എ ട്രാൻസ്ഫോമർ അറ്റ് 150 volt 60 hertz is 175 watt ആണ്. What will be the eddy current loss if frequency is reduced to 30 hertz at 150 volt? അപ്പോൾ വോൾട്ടേജിന് there is no change in voltage. ഫ്രീക്വൻസി ആണ്
എന്ത് ചെയ്യുന്നത്, ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, എഡ്ഡി കറണ്ട് ലോസിന്റെ കേസിൽ നമുക്ക് ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ് വരുന്നത്? ബി മാക്സ് സ്ക്വയർ വരുന്നുണ്ട്, എഫ് സ്ക്വയർ ടി സ്ക്വയർ ഇൻറ്റു വി വോള്യം. അതില് ബി മാക്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ബൈ ഫ്രീക്വൻസി, വി ബൈ എഫ് റേഷ്യോക്ക് പ്രൊപ്പോർഷണൽ ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡബ്ല്യു ഇ, എഡ്ഡി കറണ്ട് ലോസിനെ എങ്ങനെ എഴുതാം? വി ഡിവൈഡഡ് ബൈ എഫ് ഓൾ സ്ക്വയർ ഇൻറ്റു എഫ് സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണെന്ന് എഴുതിക്കൂടെ? എഫ് സ്ക്വയറും ക്യാൻസൽ ആയി, ബാക്കിയുള്ളത് എന്താണ്? ഡബ്ല്യു ഇ ഈസ് പ്രൊപ്പോർഷണൽ ടു വി സ്ക്വയർ, അതായത് വോൾട്ടേജിന്റെ സ്ക്വയർ. ഇവിടുത്തെ കേസിൽ വോൾട്ടേജ് നോക്കൂ, 150 വോൾട്ട് തന്നെയായിരുന്നു. ഇത് മാറ്റിയതിന് ശേഷം ഫ്രീക്വൻസിക്ക് മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ, വോൾട്ടേജിന് ചേഞ്ച് വന്നിട്ടില്ല, 150 വോൾട്ട് തന്നെയാണ്. അതായത് ആദ്യം ഉണ്ടായിരുന്ന എഡ്ഡി കറണ്ട് ലോസ് തന്നെയായിരിക്കും പുതിയ എഡ്ഡി കറണ്ട് ലോസും. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ സി, 175 വാട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇതും. ഇതിന്റെ കേസിൽ നമുക്ക് വോൾട്ടേജും ഡിഫറൻസ് തന്നിട്ടുണ്ട്. അതായത് 125 വോൾട്ട് ആയിരുന്നപ്പോൾ 50 ഹെർട്സ് ആയിരുന്നപ്പോൾ ഉള്ളതാണ് 125 വാട്ട് എഡ്ഡി കറണ്ട് ലോസ് തന്നെ. അതേസമയം 200 വോൾട്ടിലേക്ക് മാറി 40 ഹെർട്സ് സപ്ലൈ ആയപ്പോഴതാണ് എന്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എഡ്ഡി കറണ്ട് ലോസ് നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബി മാക്സ് എന്നുള്ളത് ഇവിടെ കൺസിഡർ ചെയ്യണം. ബി മാക്സ് ഉള്ളത് കൺസിഡർ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോവും. ബി മാക്സ് സ്ക്വയർ ഇൻറ്റു എഫ് സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ വി എന്ന് എഴുതാം. അതായത് ഡബ്ല്യു ഈസ് പ്രൊപ്പോർഷണൽ ടു വി ബൈ എഫ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് സ്ക്വയർ എന്ന് എഴുതാലോ. ഡബ്ല്യു ഈസ് പ്രൊപ്പോർഷണൽ ടു വി സ്ക്വയർ എന്ന് എഴുതാലോ ഇതിന്. അപ്പോൾ ഡബ്ല്യു ഇ 2 divided by WE1 is equal to WE2ന്റെ സമയത്തുള്ള വോൾട്ടേജ് 200 divided by 125 square. WE1ന്റെ വാല്യൂ നമുക്കറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ WE2 is equal to 125 into ചെയ്യുമ്പോൾ 2.56 ആണ് കിട്ടുക. അപ്പൊ 2.56 വരും, വിച്ച് മീൻസ് 320 വാട്ട്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി, 320 വാട്ട്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള രണ്ടിലും ഈ ബി മാക്സിന്റെ എഫക്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ രണ്ട് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ എഫ് സ്ക്വയർ മാത്രം വെച്ച് റിലേഷൻ ചെയ്ത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ അവൈലബിൾ അല്ല. അത് ചെയ്ത് കിട്ടുന്ന ഒരു ആൻസറിനുള്ള ഓപ്ഷൻ ഇതിൽ അവൈലബിൾ അല്ല. അപ്പോഴാണ് ഈ ബി മാക്സിന്റെ എഫക്റ്റും കൂടെ കൺസിഡർ ചെയ്യണം എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ബി മാക്സിന്റെ എഫക്റ്റും കൂടി കൺസിഡർ ചെയ്തതിന് ശേഷം ഉള്ള റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ന്യൂ എഡ്ഡി കറണ്ട് ലോസ് സോൾവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫോമർ ഈസ് എ കോൺസ്റ്റന്റ് ഫ്ലക്സ് ഡിവൈസ് ആണ്. കോൺസ്റ്റന്റ് ഫ്ലക്സ് ഡിവൈസ് ആണെന്ന് പറയാം. അതുപോലെ ഫേസ് ഷിഫ്റ്റിംഗ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട് ആയിട്ട് ഇലക്ട്രോണിക് സർക്യൂട്ട്സിലും യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ട്രാൻസ്ഫോമർ ഈസ് all of the above. ഓപ്ഷൻ ഡി ഒരു കോൺസ്റ്റന്റ് ഫ്ലക്സ് ഡിവൈസ് ആണ്. ഫേസ് ഷിഫ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട് ആയിട്ട് ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാക്സിമം എഫിഷ്യൻസി ഫോർ എ ട്രാൻസ്ഫോമർ ക്യാൻ എക്സ്പെക്ട് വെൻ. മാക്സിമം എഫിഷ്യൻസിക്കുള്ള കണ്ടീഷൻ നമ്മൾ എന്താ പഠിച്ചത്? വെൻ അയൺ ലോസ് ഇസ് ഈക്വൽ ടു കോപ്പർ ലോസ്. അയൺ ലോസിനെ നമുക്ക് എങ്ങനെ പറയാം? കോൺസ്റ്റന്റ് ലോസസ് ആണെന്ന് പറയാലോ. അപ്പൊ കോൺസ്റ്റന്റ് ലോസ് കോപ്പർ ലോസിന് ഈക്വൽ ആവുമ്പോഴാണ്, വിച്ച് മീൻസ് ഓപ്ഷൻ ബി, കോപ്പർ ലോസസ് becomes equal to constant loss. ഹിസ്റ്ററിസിസ് ലോസ് ബിക്കംസ് ഈക്വൽ ടു എഡ്ഡി കറണ്ട് ലോസ് എന്നുള്ള ആദ്യത്തെ ഓപ്ഷൻ ശരിയല്ല. കാരണം
ഹിസ്റ്ററിസിസ് ആൻഡ് എഡി കറന്റ് ലോസ് ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ അയേൺ ലോസ് PI എന്ന് പറയുന്നത്. ഓക്കെ, വേരിയബിൾ ലോസ് ബിക്കംസ് ഈക്വൽ ടു സ്ട്രേ ലോസ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതല്ല DC മെഷീൻസിന്റെ കേസിലായിരുന്നെങ്കിൽ വേരിയബിൾ ലോസും അതുപോലെ കോൺസ്റ്റന്റ് ലോസസും ഈക്വൽ ആണെങ്കിൽ മാക്സിമം എഫിഷ്യൻസി കിട്ടിയാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ള ട്രാൻസ്ഫോമർ ആണ്. പിന്നെ എഡി കറന്റ് ലോസ് കോപ്പർ ലോസിന് ഈക്വൽ ആണ്. എഡി കറന്റ് ലോസ് മാത്രമല്ല കോപ്പർ ലോസിന് ഈക്വൽ ആക്കേണ്ട, എഡി കറന്റ് ലോസ് പ്ലസ് ഹിസ്റ്ററിസിസ് ലോസ് ആഡ് ചെയ്തിട്ടുള്ള കോർ ലോസ് അല്ലെങ്കിൽ അയേൺ ലോസ് ആണ് എന്തിന് ഈക്വൽ ആവേണ്ടത്? കോപ്പർ ലോസിന് ഈക്വൽ ആവേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താ വരിക? ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ പ്രൈമറി കറന്റ് ഓഫ് ദ ട്രാൻസ്ഫോമർ ഈസ് ട്വൈസ് ദ സെക്കൻഡറി കറന്റ് ഇറ്റ് ഈസ് നെയിംഡ് ഡാഷ് ട്രാൻസ്ഫോമർ. എന്ത് തരം ട്രാൻസ്ഫോമർ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം റിലേഷൻ തന്നിട്ടുള്ളതൊന്ന് എഴുതി നോക്കാം. പ്രൈമറി കറന്റ് ഓഫ് ദ ട്രാൻസ്ഫോമർ is twice the secondary current means IP is greater than IS, alle, which implies VP is less than VS. അതായത് secondary voltage will be greater than primary voltage. ഏത് ട്രാൻസ്ഫോമറിന്റെ കേസിലാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the iron silicon alloy core is used in a transformer 2. നമ്മൾ കോറായിട്ട് യൂസ് ചെയ്യുന്നത് അയൺ സിലിക്കൺ അലോയ് ആണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇറ്റ് എൻഷുവേഴ്സ് ഹൈ പെർമിയബിലിറ്റി. അത് ഹൈ പെർമിയബിലിറ്റി എൻഷുർ ചെയ്യുന്നത് വഴി മാഗ്നറ്റിക് ഫ്ലക്സിനെ ഈസിലി കണ്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന് ഈസി പാത്ത് പ്രൊവൈഡ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇറ്റ് കീപ്സ് ദ മിനിമം അയൺ ലോസ്. അയൺ ലോസ് എന്ന് പറയുന്നത് മിനിമം ആക്കി വെക്കും. അതായത് ഓപ്ഷൻ A and B, അതായത് ഇവിടെ ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരിക. ബോത്ത് A and B ആണ് റീസൺസ്. A 200 kVA transformer has an iron loss of 1 kilowatt and full load copper loss of 2 kilowatt. അയൺ ലോസും കോപ്പർ ലോസും തന്നിട്ടുണ്ട്. The KVA corresponding to maximum efficiency ആണ് ചോദിച്ചിട്ടുള്ളത്. KVA corresponding to maximum efficiency കാണാനായിട്ട് നമുക്കൊരു ഷോർട്ട് ട്രിക്ക് ഉണ്ട്, അതായത് ഒരു ഫോർമുല ഉണ്ട്, which is equal to KVA നമുക്ക് തന്നിട്ടുള്ള റേറ്റിംഗ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് അയൺ ലോസ് ഡിവൈഡഡ് ബൈ ഫുൾ ലോഡ് കോപ്പർ ലോസ്. ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക കേട്ടോ. KVA കറസ്പോണ്ടിങ് ടു മാക്സിമം എഫിഷ്യൻസി കാണുന്നതിനുള്ള ഫോർമുലയാണ്. KVAയിലുള്ള റേറ്റിംഗ് നമുക്ക് തന്നിട്ടുള്ളത് വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ കേസിൽ എത്രയാ? 200 ഇൻറ്റു അയൺ ലോസിന്റെ വാല്യൂ 1 kilowatt ഡിവൈഡഡ് ബൈ ഫുൾ ലോഡ് കോപ്പർ ലോസിന്റെ വാല്യൂ 2 kilowatt. ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 141.4 KVA എന്ന് ആൻസർ കിട്ടും. ഇതിന്റെ ഏറ്റവും അടുത്ത് നിയറസ്റ്റ് വരുന്നത് 141.1 KVA ആണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്താ വരിക? ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓൾ ഡേ എഫിഷ്യൻസി ഓഫ് ദ ട്രാൻസ്ഫോമർ ഡിപ്പെൻഡ്സ് ഓൺ. ഇത് നമ്മൾ ഓൾ ഡേ എഫിഷ്യൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോഡിന്റെ നേച്ചറിനെ അല്ലെങ്കിൽ കർവിനെ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ മെയിൻ ആയിട്ട് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? എമൗണ്ട് ഓഫ് ലോഡ്, അതുപോലെ ഡ്യൂറേഷൻ ഓഫ് ലോഡ്, ലോഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മെയിൻലി. അപ്പൊ ഇവിടുത്തെ കേസിൽ എന്ത് വരും? ഓപ്ഷൻ ഡി, ബോത്ത് ബി ആൻഡ് സി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പവർ ഓഫ് എ സിംഗിൾ ഫേസ് 3.3 kV ലോഡ് ഡ്രോയിങ് കറന്റ് ഓഫ് 30 ampere is required to measured by means of a wattmeter having potential terminal marked as 110 volt and current terminals as 6 ampere. What is the transformation ratio? 30 ampere ആണ് 6 ആംപിയറിലേക്ക് മാറുന്നത്. അപ്പോൾ 30 ഡിവൈഡഡ് ബൈ 6 ചെയ്യാം, which means 5 ആംപിയർ ആണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഓഫ് കറണ്ട് ട്രാൻസ്ഫോമർ. CT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ട്രാൻസ്ഫോമർ ആണ്. ഓപ്ഷൻ A 5 ആംപിയർ. അപ്പോൾ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്.
ബോത്ത് തിയറി ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്കസ് ചെയ്ത പോർഷനിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. Focus on what really matters.